മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനാകും പ്രഥമ പരിഗണനയെന്ന് ടി സിദ്ദീഖ്. മികച്ച വിജയം ഉറപ്പായിരുന്നെങ്കിലും ഇത്രയും ഉയർന്ന ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ടി സിദ്ദീഖ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 5 കൊല്ലത്തെ ഇവിടെ ഒരു കഠിനാധ്വാനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഭൂരിപക്ഷം എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല. അതിൻ്റെ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടിയത് കൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷേ 45 എന്നുള്ള ആ നമ്പർ പ്രതീക്ഷിച്ചില്ല. CPIM തുടർന്നതായിരിക്കുന്ന ഒരു വ്യക്തിഹത്യാ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സമീപനം, ഒരു ചേർത്ത് നിർത്തലിൻ്റെയും സ്നേഹത്തിൻ്റെയും നാടാണ് വയനാട് കൽപ്പറ്റ. ചൂരൽമല മുണ്ടക്കൈ 2 വാർഡുകൾ, അതിലൊന്ന് 203 മുണ്ടക്കൈ വാർഡിൽ നിന്ന് ബൂത്തിൽ നിന്ന് 289 വോട്ടിൻ്റെ ലീഡും 204 ചൂരൽമല ബൂത്തിൽ നിന്ന് 239 വോട്ടിൻ്റെ ലീഡും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് കിട്ടുകയുണ്ടായി. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മാനം നിരവധിയുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു പരാതികളൊക്കെ പരിഹരിക്കുന്ന ഒരു നിലപാടുണ്ടാവും? പരിഹരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള പരിഹാര നിലപാടുകളുണ്ടാവും. ഒന്ന്, ലിസ്റ്റിൻ്റെ കാര്യത്തിൽ. 2, ദുരന്തബാധിതരായ ആളുകളെ ഡയറക്റ്റ് ഇൻഡയറക്റ്റായി ബാധിച്ചതായിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച നിലപാടുകൾ. മൂന്നാമത്തത്, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ കടങ്ങൾ വേവ് ചെയ്തതിനെ സംബന്ധിച്ചതായിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള പരാതി നിൽക്കുന്നു. കാർഷിക ഭൂമി, ഇവരുടെ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത നിവേദനങ്ങൾ എത്ര തവണ പറഞ്ഞു. പക്ഷേ ഞാനത് അസ്വസ്ഥത ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതേസമയത്ത് അത് ചെയ്യാതെ വന്നപ്പോൾ ഞാനത് കോടതിയിൽ മൂവ് ചെയ്തു. ഹൈക്കോടതി അത് ഫയൽ സ്വീകരിച്ചു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുക.